ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ ഒഴിവാക്കാം? എന്താണ് ടോക്സിക് റിലേഷൻഷിപ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ഒരു ബന്ധം കാരണം? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസി നിരന്തരമായിട്ട് നഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ ഏതെങ്കിലും ബന്ധങ്ങൾ കാരണം? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം കണ്ടെത്താനായിട്ട് മറ്റുള്ളവരുടെ പെർമിഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ സ്വതന്ത്രമല്ലാത്തത്, നിങ്ങൾ ഏതെങ്കിലും ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ സ്വതന്ത്രമല്ലാത്തെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നിരന്തരമായി കണ്ടെത്തുകയും നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ, ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ, അവിടെ ബന്ധങ്ങൾ നിങ്ങൾക്കൊരു തടസ്സമാവുന്നുണ്ടെങ്കിൽ, അവിടെ ആ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ, അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അത് നമുക്ക് അനുകൂലമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി മാനസികാരോഗ്യപരമായിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേഷനുള്ള സ്പേസ് തരുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക അവർ അവരുടെ ലൈഫിലെ പ്രിയോറിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളുടെ പ്രിയോറിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കുക, നമ്മളുടെ ഇഷ്ടങ്ങളിലേക്ക് കിടക്കുക, നമ്മളുടെ സന്തോഷങ്ങളിലേക്ക് കിടക്കുക, മാനസികാരോഗ്യത്തിലേക്ക് കിടക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസിന് വേണ്ടി വ്യായാമങ്ങൾ ചെയ്യുക, നമ്മളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണോ ടോക്സിക് ആവുന്നത്? വിശ്വാസം കൊണ്ടും അവിശ്വാസം കൊണ്ടുമാണ്. നമ്മൾ ആരെയും വിശ്വസിക്കുകയും വേണ്ട, അവിശ്വസിക്കുകയും വേണ്ട. വളരെ നിസ്വാർത്ഥമായിട്ട് ബന്ധങ്ങൾ കാണുകയാണെങ്കിൽ അത് ഒരിക്കലും ടോക്സിക് ആവുകയില്ല. ആക്സെപ്റ്റേഷൻസ് ഉണ്ടാവുമ്പോഴാണ് അത് ടോക്സിക് ആവുന്നത്. അതിനനുസരിച്ചിട്ട് ആക്സെപ്റ്റേഷൻ നടക്കാതെ വരുമ്പോഴാണ് ടോക്സിക് ആവുന്നത്. നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഇടങ്ങൾ എന്നും സ്വതന്ത്രമായിരിക്കും, മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും, എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.